പാലക്കാട് നഗരസഭ 50-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പണം വാഗ്ദാനം ചെയ്ത് പത്രിക പിൻവലിക്കാൻ BJP ശ്രമിച്ചതായി ആരോപണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ രമേശിന്റെ വീട്ടിലെത്തി 3 പ്രാദേശിക BJP നേതാക്കൾ പണം വാഗ്ദാനം ചെയ്തെന്നാണ് ആരോപണമുയർന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മര്യാദകളും മുന്നണി മര്യാദകളും BJP ലംഘിക്കുകയാണെന്ന് രമേശിന്റെ വീട്ടിലെത്തിയ VK ശ്രീകണ്ഠൻ MP പ്രതികരിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചാൽ പണം നൽകാമെന്ന് പ്രാദേശിക BJP നേതാക്കൾ വാഗ്ദാനം ചെയ്തെന്നാണ് സ്ഥാനാർത്ഥിയുടെ ആരോപണം. 50-ാം വാർഡിൽ നിങ്ങളുടെ ഭർത്താവും പിന്നെ BJP സ്ഥാനാർത്ഥി മാത്രം മത്സരിക്കുന്നുള്ളൂ. ഭർത്താവ് പിന്മാറാൻ പറയണം. പിന്മാറിയാൽ വേറെ മത്സരാർത്ഥിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ BJPക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞിട്ട് പോയി. അപ്പോൾ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു, ഗണേശൻ പറഞ്ഞ അത്ര പേര് പറഞ്ഞത്. പുള്ളിക്കാരനാണ് പറഞ്ഞത്, നിങ്ങളുടെ വീട്ടിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്താ സഹായം വെച്ച് ചെയ്യാം, പിന്മാറാൻ പറയൂ, രാവിലെ ഞാൻ വിളിക്കാം, ഭർത്താവ് വന്നിട്ട് നിങ്ങൾ അനുസരിക്കുമല്ലോ, അനുസരിച്ചിട്ട് എന്താ സഹായം വെച്ചാൽ അത് ചെയ്തുതരാമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാനാണ് BJP ശ്രമിച്ചതെന്ന് രമേശിന്റെ വീട്ടിലെത്തിയ VK ശ്രീകണ്ഠൻ MP ആരോപിച്ചു. പരാതിയെ തുടർന്ന് പാലക്കാട് നോർത്ത് പോലീസ് രമേശിന്റെയും കുടുംബത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് നഗരസഭ 50-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. നിലവിൽ BJPയും കോൺഗ്രസും തമ്മിലാണ് ഇവിടെ മത്സരം. പണം വാഗ്ദാനം ചെയ്ത് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം പകൽ പോലെ സത്യമാണ്. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഈ നീക്കത്തിന് ശക്തമായി ഞങ്ങൾ തടയും. അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ 11 മണിക്ക് ഇലക്ഷൻ കമ്മീഷന് രേഖാമൂലം പരാതി കൊടുക്കും. FIRന്റെ പകർപ്പ് കിട്ടിയിട്ടില്ല. അത് കിട്ടിയ ഉടനെ പരാതി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.